ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ 10th CBSE പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്കൂളുകളിലൊക്കെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസും നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചാണ് സൈലം അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അടിപൊളി ക്ലാസ് ആണ്. ഇനി അസ്ത്ര ബാച്ചുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ നേരിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. മകളെ, ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു 2, 5, 8 എക്സെട്ര. ഈ കാണുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ് എത്ര എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് ഫസ്റ്റ് ടേം ആണ്. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇതിനിവിടെ സെക്കൻഡ് ടേം എന്ന് മാത്രമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ടേം മൈനസ് ചെയ്യാം, ഫോർത്ത് ടേം മൈനസ് ടേം ചെയ്യാം. ജനറലി നമുക്ക് വേണമെങ്കിൽ an+1 മൈനസ് an എന്ന് എഴുതാം, അല്ലെങ്കിൽ an മൈനസ് an-1 വാട്ട് എവർ ഇറ്റ് ഇസ്, നോ പ്രോബ്ലം. ഓക്കെ, സോ ഒരു ഇക്വേഷൻ ഇതാണ്. എന്നാൽ കോമൺ ഡിഫറൻസിൽ തന്നെ വരുന്ന മറ്റൊരു ഇക്വേഷനാണ് ഈ കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു ഇക്വേഷൻ പല ആൾക്കും അറിയില്ല. അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറയുകയാണ്. ഇതൊരു ട്രിക്കി മെത്തേഡാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിട്ട് കാര്യമല്ല, അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായാലേ ഉത്തരം കിട്ടുള്ളൂ. സോ ഡിയേഴ്സ്, ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു. The sixth term of an arithmetic sequence is 23 and 15th term is 50. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? അപ്പോൾ രണ്ട് ടേം, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ഏതെങ്കിലും രണ്ട് എനി 2 ടേംസ് നമുക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് am മൈനസ് an, വിച്ച് മീൻസ് ദിസ് ടേം മൈനസ് ദിസ് ടേം. അത് ടേം ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് എന്നാൽ 50 മൈനസ് 23 ഡിവൈഡഡ് ബൈ 15 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കോമൺ ഡിഫറൻസിൽ രണ്ട് ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അത് രണ്ടും ഇത് തന്നെയാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചില സ്കൂളുകളിൽ a+5d ഈസ് ഈക്വൽ ടു 23 ആൻഡ് a+14d ഈസ് ഈക്വൽ ടു 50 ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് ആൻസർ ചെയ്യാറുണ്ട്. അതും സെയിം ആൻസർ തന്നെ കിട്ടും, സെയിം സംഭവം തന്നെയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഓൾജിബ്രായിക് ഫോം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയാം. അപ്പോൾ ഒരു ഓൾജിബ്രായിക് ഫോം കാണാൻ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഇക്വേഷനാണിത്. ഒരു ട്രിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നൊരു ട്രിക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2, 6, 10, 14 എക്സെട്ര. ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം നമുക്ക് കാണണമെങ്കിൽ അല്ലെ ജനറൽ ഫോം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലേ. 6 മൈനസ് 2 4. സോ 2 പ്ലസ് 4n-4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4n-2. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം. സംശയമൊന്നുമില്ല. എന്നാൽ ഈ സെയിം ഓൾജിബ്രായിക് ഫോം തന്നെ നിങ്ങൾക്ക് ട്രിക്ക് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ട്രിക്ക് ഇങ്ങനെയാണ്. ട്രിക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അറിയാം കോമൺ ഡിഫറൻസ് 4 ആണ്. അതിൻ്റെ കൂടെ ഓൾവേസ് എന്തായിരിക്കും? n ആയിരിക്കും ഉണ്ടാവുക. ഓൾജിബ്രായിക് ഫോം ടേമിൻ്റെ ഓൾജിബ്രായിക് ഫോമാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഓൾജിബ്രായിക് ഫോം. സമ്മിൻ്റെത് വേറെയാണ്. അപ്പോൾ എന്ത് കിട്ടും? 4n കിട്ടും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിട്ട് ആ കോമൺ ഡിഫറൻസിൽ നിന്ന് ഫസ്റ്റ് ടൈം നമുക്ക് കുറയ്ക്കാം. 4 2 കുറച്ച് എത്രയാണ്ടാ? സോറി, യെസ്, ആ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കും. തിരിച്ചാണേ, ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 2 മൈനസ് 4 ദാറ്റ് ഈസ് -2. എപ്പോഴും ഇത് തന്നെ ആയിരിക്കും ആൻസർ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സെയിം ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ ഓൾജിബ്രായിക് ഫോമിൽ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഈ ഓൾജിബ്രായിക് ഫോം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 2, 5, 8 എക്സെട്ര. ഇതിലെ ഒരു ടേം ആണോ 100 എന്ന് ചെക്ക് ചെയ്യാൻ പറയും. രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ്, ആസ് യൂഷ്വൽ മെത്തേഡ് an ഈസ് ഈക്വൽ ടു 100 ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കറിയാം an എന്ന് പറഞ്ഞാൽ a+n-1 ഇൻറ്റു d ആണ്. ഇത് ഈസ് ഈക്വൽ ടു 100. സോ +1 അങ്ങോട്ട് കൊണ്ടുപോയാൽ n-1 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 100 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 98. സോ n-1 ഈസ് ഈക്വൽ ടു 98/3 വിച്ച് ഈസ് നോട്ട് പോസിബിൾ. 98നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് നോട്ട് എ ടേം. എന്നാൽ ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള മറ്റൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടേം എടുക്കുക, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏത് ടേം എടുക്കാം, 2 എടുക്കാം, 5 എടുക്കാം. ഏറ്റവും നല്ലത് സെക്കൻഡ് ടേമോ തേർഡ് ടേമോ ആണ്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 2 കിട്ടും. റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും. ഇനി നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പറിനെയും ഇതേപോലെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി കോമൺ ഡിഫറൻസ്? ഇപ്പോൾ 2 3 × 3 9 1 0 3 × 3 9 കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ കോമൺ ഇതായിട്ട് കിട്ടിയ എത്രടാ? എന്താ പറയുക, റിമൈൻഡർ ആയിട്ട് കിട്ടിയ 1 അതാണ്. ഇവിടെ 2 കിട്ടി, ഇവിടെ 1 കിട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും സെയിം അല്ല, സോ എന്തല്ല, ടേം അല്ല എന്ന് പറയാം. എന്നാൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ 100ന് പകരം 101 ആക്കിയെന്ന് വിചാരിച്ചോ, 101 ആക്കിയെന്ന് വിചാരിച്ചോ. ഓക്കെ, 101 ആക്കിയാൽ എന്ത് സംഭവിക്കും? 101 അപ്പോൾ എത്ര കിട്ടും? 99 99/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 33 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി 33 കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ടേം എന്ന് പറയാം. നിങ്ങൾ ഇതേപോലെ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ 101 ആക്കിയാൽ എന്താ സംഭവിക്കുക? 101 ആക്കിയാൽ 11 റിമൈൻഡർ 2 കിട്ടും. രണ്ട് സെയിം ആയി കിട്ടിയ കണ്ടോ? ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് ആസ് യൂഷ്വൽ എന്ന് വെച്ചിട്ട് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. ആ സെയിം റിമൈൻഡർ ആണോ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ടേമിൻ്റെത് നോക്കിയാൽ ആൻസർ ആയി. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, അത് ടേം അല്ല എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തത് ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം ഇക്വേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ടേംസ്. ഇത് എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്ന് അതിലാകെ എത്ര ടേംസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവിടെ കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടെ വരെ നിങ്ങൾക്ക് കിട്ടി n-1 = 33 ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക, ഇവിടെ ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ആ n-1നെ നിങ്ങൾ എന്താക്കിയാൽ മതി, n-1 = 33. അപ്പോൾ n = 33 + 1 ദാറ്റ് ഈസ് 34. ഇത് ഒരു മെത്തേഡ്. ഈ കാണുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, ആൻസർ ചെയ്യാം. ഫുൾ മാർക്കാണ് ആസ് യൂഷ്വൽ അല്ലേ. ലാസ്റ്റ് ടേം 101 ആണ്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നു? n കണ്ടുപിടിക്കുന്നു. ഓർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷനാണ് ഈ കാണുന്നത്. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ ഒന്നും എഴുതാതെ തന്നെ നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ചിട്ടും ആൻസർ ചെയ്യാം. ഫുൾ മാർക്കാണ്. an എന്ന് പറഞ്ഞാൽ 101, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് എന്നാൽ 3 + 1. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ കിട്ടും. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ an = ഇതുപോലെ ഇക്വേഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ കാണുന്ന ഈ ക്വസ്റ്റ്യനും തമ്മിൽ റിലേറ്റഡ് ആണ്. രണ്ടിനും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരേ രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും. ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും നമ്പർ ഓഫ് ടേംസ് കാണാനും. മക്കളെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് സമ്മിലേക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സമ്മ് തന്നെയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ, രണ്ട് കാര്യം കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അത്രേ ഉള്ളൂ ചാപ്റ്റർ പഠിക്കാൻ. വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഓൾറെഡി ആപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ക്ലാസ്സുകളൊക്കെ കണ്ട കുട്ടികളൊക്കെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുക. ഈ വീഡിയോ നിങ്ങൾ ആ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അടുത്തത് കുറച്ച് സ്പെഷ്യൽ സമ്മുകളാണ്. സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, 1ൽ നിന്ന് തുടങ്ങി ഒന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും സമ്മ് കാണാൻ ഒരു പണിയുമില്ല. ആദ്യം നമ്മൾ ഇതിൽ എത്ര ടേംസ് ഉണ്ട് നോക്കാം. നമുക്കറിയാം 1 മുതൽ 10 വരെ 10 ടേംസ് ആണ്. ദാറ്റ് ഈസ് n = 10. ഓക്കെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ S10 = ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ S10 = n × n+1/2 10 × 11/2. സോ 10നെ 2 കട്ട് ചെയ്താൽ 5 × 11 55 ആൻസറായി. ഓക്കെ, ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ സെയിം രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എത്ര ഉള്ളൂ, സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഹോൾ നമ്പർ അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജർ അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ഇതൊക്കെ എന്താണ്, ഈ കാണുന്നതാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് n × n+1/2. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പർ, അതായത് 2 + 4 + 6 ഈ രീതിയിൽ 2ൽ നിന്ന് തുടങ്ങി 2 കൂടിക്കൊണ്ടിരിക്കുക, വേറൊന്നും പറ്റില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത് എന്ന് പറയുന്നത്, ഈ കാണുന്ന ഇക്വേഷൻ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ലാസ്റ്റത്തെ നമ്പറാണ് n ആയിട്ട് വരുന്നത്. അതായത് ടോട്ടൽ 10 ടേം ഉണ്ട്. എന്നാൽ 2 മുതൽ 20 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട്, ആ 20ൻ്റെ പകുതിയാണ് 10 എണ്ണം ഉള്ളൂ. സോ ഇതിന് ആൻസർ 10 × 11 110. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെയിം രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ Sn = n². അത് 1ൽ നിന്ന് തുടങ്ങി, അതായത് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് 1 +
3 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 19 അല്ലേ, 19 വരെ. അപ്പം നമുക്കറിയാം 1 മുതൽ 20 വരെ 20 ടേംസ് ഉണ്ട്. അതിൽ 10 ഓഡ് നമ്പറും 10 ഈവൻ നമ്പറും. അപ്പോൾ 1 മുതൽ 20 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ടാവും? 10 ഓഡ് നമ്പർ ഉണ്ടാവും. സോ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ n², ദാറ്റ് ഈസ് 10². 19 പ്ലസ് 1/2 20/2 10. സോ സം ഈസ് ഈക്വൽ ടു 10². ഇത് 3 സ്പെഷ്യലാണ്. കാരണം ഈ 3 ഇക്വേഷൻസും ഇവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ കാണുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് എവിടെ യൂസ് ചെയ്യാം? ഏത് നമ്മളിപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏത് ക്വസ്റ്റ്യനിലും, ഏത് സമ്മിൻ്റെ ക്വസ്റ്റ്യനിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. ഓക്കെ, സോ മക്കളെ, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സം ഓഫ് ഫസ്റ്റ് n ഇപ്പോൾ എന്താ പറയുക, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് കാണാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂളുകളിൽ പല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ ഇത്രയും ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് മിസ്സാക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനി എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യം, ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.